ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു പുതിയ ഐറ്റവുമായിട്ടാണ്. പച്ചമുളക് പച്ചടി. ഇത് സത്യം പറഞ്ഞാൽ ഞാനും നേരത്തെ കഴിച്ചിട്ടില്ലായിരുന്നു. എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നത് എൻ്റെ അനിയത്തിയാണ്. വെച്ച് ഉണ്ടാക്കി നോക്കിയപ്പം നല്ല ടേസ്റ്റ് തോന്നി. അപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നല്ല പച്ചമുളക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് കേടില്ലാത്തതാണ്. ചുമന്ന മുളക് പോലല്ല പച്ചമുളക്. അതുകൊണ്ട് ആരും ട്രൈ ചെയ്യാതിരിക്കരുത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ സോയാ പുലാവ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് നമ്മുടെ കുറേ നല്ല ഫ്രണ്ട്സ് എനിക്കത് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫോട്ടോ അയച്ചു തന്നു. അവർക്കെല്ലാവർക്കും അത് റെസിപ്പി ഇഷ്ടപ്പെട്ടു. സ്പെഷ്യൽ താങ്ക്സ് സീമ, ജയശ്രീ രാംദാസ്, സ്മിത വിനോദ്, അമ്പിളി, ശ്രുതി. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം ഫീഡ്ബാക്ക് അറിയിക്കണം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം. നമുക്കിത് ആദ്യമായിട്ട് ഇതിനു വേണ്ടി ഒരു 10 പച്ചമുളകാണിത്. 10 പച്ചമുളക് വലിയ എരിവില്ലാത്തതാണ്. ഈ മുളക് നമുക്ക് 2 സ്പൂൺ എണ്ണയ്ക്കകത്തിൽ ഇട്ട് വഴറ്റണം. ചെറുതായിട്ട് വഴറ്റിയെടുക്കണം. ഇത് ചെറുതായിട്ട് വഴണ്ട് വരുമ്പോൾ, കുറേ അല്ല, ഇത്തിരി തീ കൂട്ടി വെച്ചിട്ട് ആക്കണം. എന്നിട്ട് ചെറുതായിട്ട് വഴണ്ട് വരുമ്പോൾ സ്വല്പം വെള്ളം ഒഴിച്ചു, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും സ്വല്പം മഞ്ഞപ്പൊടിയും കൂടി ഇടണം. ഇത്രയും കരിയാപ്പില അത് ഒന്ന് കഴുകിയിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് 2 പിടി തേങ്ങ പേസ്റ്റ് പോലെ അരയ്ക്കണം. നല്ലതുപോലെ അരച്ചതിന് ശേഷം അരഞ്ഞു വരുന്നുണ്ടെ 1/4 സ്പൂൺ കടുകും കൂടെ ഇട്ട് അത് അരയ്ക്കണം. ഇത് നല്ലതുപോലെ അരച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് 1/4 സ്പൂൺ കടുക് ഇതും കൂടി ഇട്ട് ചെറുതായിട്ട് ഒന്നും കൂടെ അരയ്ക്കണം. ഇത് നല്ലതുപോലെ ഒരുപാടൊന്നും വേവണ്ട, എന്നാലും അത് വെന്ത് വെള്ളം വറ്റി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് തേങ്ങ അരച്ചിടാം. തേങ്ങ അരച്ചിട്ടിട്ട് ഇത് ചെറു തീ വെച്ച് ഒരു കുറച്ച് നേരം ഇങ്ങനെ അത് വേകാനുള്ള പാകത്തിൽ, അരപ്പ് നല്ലപോലെ വേവണം. അത് വേകാനുള്ള പാകത്തിൽ നമുക്ക് കുറച്ച് നേരം കൂടി ഇത് അടച്ചു വയ്ക്കാം. ഇത് ശരിക്ക് അരപ്പ് വറ്റണം. ഇതിലെ വെള്ളം വറ്റി കഴിയും. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പച്ചടിയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് ആദ്യമായിട്ട് ഇപ്പം കഴിഞ്ഞ ആഴ്ച അവിടെ കല്യാണം കഴിഞ്ഞു, അന്നേരം ഇങ്ങനത്തെ സാധനം ഉള്ളതായിട്ടാണ് അറിയുന്നത്. സദ്യക്കൊക്കെ വിളമ്പാൻ ഏറ്റവും ബെസ്റ്റാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് തൈര് ആഡ് ചെയ്യാം. ഇത് തീ ഒന്ന് നിർത്തണം. ഓഫ് ചെയ്തിട്ട് നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള തൈര് ആഡ് ചെയ്യണം. തൈര് ആഡ് ചെയ്തിട്ട് ഇത് ശരിക്ക് ഒന്ന് തവി കൊണ്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കണം. തീ ഇപ്പം വെക്കണ്ട. അതിനുശേഷം തീ ഓണാക്കണം. കുറച്ച് വെച്ച് കഴിഞ്ഞ് തവി കൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പം നമ്മൾ സാധാരണ പച്ചടി വെക്കുമ്പം വേറെ പച്ചക്കറികളും ഒക്കെ വേണം. അതൊന്നും വേണ്ട. സദ്യക്ക് വിളമ്പാൻ ഏറ്റവും ബെസ്റ്റായത്. ഇത് വേറെ പച്ചടിയൊന്നും ഇഷ്ടമില്ലാത്തവർക്കും കൂടി ഈ പച്ചടി ഇഷ്ടപ്പെടും. ഇപ്പം നമുക്ക്
ഇപ്പോൾ ഒരു ഗസ്റ്റ് വരുക അന്നേരം ഒരു സൈഡ് ഡിഷും കൂടെ ആകാൻ വേണ്ടിയിട്ട് ഇത് നല്ലതാണ്. പിന്നെ എൻ്റെ കുട്ടികൾക്കായാലും വേറെ പച്ചടിയൊന്നും ഇഷ്ടമല്ലെങ്കിൽ കൂടെ ഈ പച്ചടി വലിയ ഇഷ്ടമാണ്. ഇതിന് ശേഷം ഇതിനകത്തോട്ട് ഒരു നുള്ളു പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കണം. കുറച്ച് മതി. അപ്പോൾ എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇനി നമുക്ക് കടുക് താളിച്ച് ഇടാം. നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് കടുക് താളിച്ച് ഒഴിക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ച് പറഞ്ഞാൽ ഒരു സ്പൂൺ, അത്രയും മതി. അതൊന്ന് ചൂടായി വരുമ്പോൾ ശകലം കടുകിട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിനകത്തിലേക്ക് ഒരു കറിവേപ്പില ഇടണം. പിന്നെ മുളക് ഇടണം. Yeah.